ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് കളിക്കാൻ പോവാണ്. പാഡ് വന്നിട്ടുണ്ട് ഒടുക്കത്ത്. കളയാം. റെഡി കളിക്കാൻ. കളിക്കാം ഗൈസ്. എങ്ങനെ ഗൈസ് ഞങ്ങളത് കളിക്കാൻ പോവാണ്. ഫ്രെഡി ഫാസ്റ്റ് ഇത് ഗൈസ്. അങ്ങനെ ഞങ്ങളത് കളിക്കുകയാണ്. കളിക്കാൻ കൂടെ തുടങ്ങിയിട്ടുണ്ട്. 12 അവിടെ ആഡ് വന്നി സൗണ്ട് വാസ്റ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് 4 കളിക്കാൻ പോവാണ്. ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് 4 കൊടുക്കുന്ന ആഡ് കിടക്കുന്നു. നമ്മൾ കളിക്കാൻ പോണ ഗെയിം എന്തായിരിക്കും? ഇത് കൊടുക്കത്തെ ആഡ് കഴിക്കുന്നു. മോർ ഗെയിംസ്. ഇത് ഇതാണ് ഞങ്ങളെ ഫ്രെഡി. കൊടുക്കത്തെ ആഡ് വന്നിരിക്കുന്നു. മാറ്റാം. കളിക്കുവാണ്. വരത്തില്ല കിച്ചൺ. ഞങ്ങളത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്നില്ല. ഇതാണ് ഞങ്ങളത് വേറെ ഹോം കൊടുക്കാം. ഞങ്ങൾ കളിക്കാൻ പോകുന്ന ഗെയിം കേസിഡനിന്നാണ്. ഫാൻ ഓഫ് 4 കളിക്കാൻ തരും. ഫാൻ ഓഫ് 4 ഉണ്ട്. അതെ ഞങ്ങൾ ഫാൻ ഓഫ് 4 ആണ് കളിക്കാൻ പോകുന്നത്. ഇതൊടുക്കത്തെ ലാഗ് കിടക്കുന്നു. അപ്പോൾ നമുക്ക് കളിക്കാം. ഫാൻ ഓഫ് 4 ആണ്. ഫാൻ ഓഫ് 4 ലോഡിങ് ഗെയിം പ്ലേ. ഞങ്ങളത് ഫാൻ ഓഫ് 4 ആണ്.
ഒടുക്കത്തെ ലാഗൊന്നും ഇല്ലായിരിക്കും. വന്നു വാണിംഗ്. ഇതാണ് ഞങ്ങളെ ഗെയിം. അങ്ങോട്ട് പോകാം ഗൈസ്. വാണിംഗ് അല്ലെങ്കിൽ ലാഗ് വരും ഗൈസ്. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ ഫോക്സി കാണും, അല്ലെങ്കിൽ റണ്ണ് ബാക്ക്. എന്തുവാണ് ഇത്? ഓ, റെഡ് ബെയർ വരുമോ? റെഡ് ബെയർ ഇത് കൊടുക്കത്തെ ലാഗൊന്നുമില്ല. റോബോട്ടൊക്കെ ഉണ്ട്. ഇത് ഉറക്കത്തെ ലാഗൊന്നുമില്ല. ഫോക്സി ആണോ? ഇല്ല. ഇത് എത്ര മണി? 1 മണി, 2 മണി, 3 മണി, 4 മണി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കളിച്ചോണ്ടിരിക്കുക. ഇതെങ്ങനെ ടോർച്ചൊക്കെ അടിക്കണം. ഇങ്ങനെ അടി. കുറേ ലാഗൊന്നുമില്ല അത്ര. 1 മണി. റോബോട്ട് ബാക്ക് കളിച്ച് പരിശോധിക്കും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ മതിൽ ചാടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഹായമായി മാറി എന്ന് പറയുന്ന ഈ ദീപ, അതായത് വലിയ ബാരൽ പോലുള്ള സാധനം വെച്ച് അതിന് മുകളിൽ ഈ വൈദ്യുതി ഫെൻസിങ്ങിന്റെ കമ്പിയിലേക്ക് കയറി കെട്ടി പിന്നീടാണ് ഇതിൽ പിടിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ചാടിയത്. അതേ പുതപ്പും കയറും ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് മറുവശത്തേക്കും ചാടി എന്നുള്ളതാണ് ഗോവിന്ദസ്വാമി നൽകിയിരിക്കുന്നത്. ഭാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംശയിക്കുന്ന ദുരൂഹതകൾ അതിപ്പോഴും മാറിയിട്ടില്ല. ദുരൂഹത ഇപ്പോഴും മഴ നീങ്ങാതെ തന്നെ നിൽക്കുകയാണ്. അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് ഗോവിന്ദസ്വാമി നൽകിയിരിക്കുന്ന മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിനകത്ത് ചെയ്ത കാര്യങ്ങൾ ഒത്തുനോക്കുന്നതാണ് നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പിടിച്ചു ഗൈസ്. ഇത്രയും സൗണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ പിന്നീടുന്നതായിരിക്കും.